ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. 75ാം ഡിവിഷൻ BJP സ്ഥാനാർത്ഥി പ്രിയ പ്രശാന്തിന്റെ പ്രചരണ പ്രവർത്തനം തുടരുന്നു. കൊച്ചി നഗരസഭ 75ാം ഡിവിഷന്റെ അമരാവതി NDA BJP സ്ഥാനാർത്ഥി പ്രിയ പ്രശാന്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു. ഭവന സന്ദർശനം കൂടുതൽ ഊർജിതമാക്കുന്ന തിരക്കിലാണ് അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്. സിറ്റിംഗ് കൌൺസിലർ കൂടിയായ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് തന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. കൊച്ചി നഗരസഭയുടെ 75ാം ഡിവിഷൻ അമരാവതിയിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. 28ാം ഡിവിഷനായിരുന്നപ്പോൾ അവിടുത്തെ സിറ്റിംഗ് കൗൺസിലറും കൂടിയാണ്. നമുക്കറിയാം, കൊച്ചി നഗരസഭ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ഓടിയെത്തുന്ന ജനപ്രതിനിധികൾ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികളാണ്. അപ്പോൾ ജനങ്ങളുടെ ആ കുടുംബത്തിലെ ഒരു അംഗം എന്ന രീതിയിലാണ് ഒരു കൗൺസിലർ പ്രവർത്തിക്കേണ്ടത്. അവരുടെ ഏത് കാര്യത്തിനും അവരുടെ ഒപ്പം ഉണ്ട്. കഴിഞ്ഞ 5 വർഷം അമരാവതിയുടെ ഒപ്പം ഒരു പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു. കാരണം എൻ്റെ കൗൺസിലർഷിപ്പിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഒട്ടനവധി പാർട്ടി പ്രവർത്തകർ അവർ നരേന്ദ്രമോദിയുടെ ആപ്തവാക്യം ഏറ്റെടുത്തുകൊണ്ട് സമൂഹ സേവനത്തിനായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് അമരാവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കേവലം ഒരു ജനപ്രതിനിധിക്ക് മാത്രം കഴിയുന്നതല്ല ഒരു ജനസേവ എന്ന്. ഇപ്പോൾ എൻ്റെ ഓഫീസായാലും എൻ്റെ കൂടെയുള്ള പ്രവർത്തകരായാലും അവരെല്ലാവരും ഓരോ വീടുകളിലും, അമരാവതിയുടെ ഓരോ വീടുകളിലും ഈ 5 വർഷം എത്തി അവരുടെ പ്രശ്നങ്ങൾ ഒരു കൗൺസിലറെ അറിയിക്കുന്നതിനും ആ പ്രശ്ന പരിഹാരത്തിന് ഒപ്പം കൂടെ നിൽക്കുവാനും കഴിഞ്ഞു. അത് അമരാവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ 2025 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞാനിവിടെ നേരിടുന്നത്. തികച്ചും ആത്മവിശ്വാസത്തോടെ വീണ്ടും തന്നെ ജനം തെരഞ്ഞെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പ്രിയ പ്രശാന്ത് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെ വിജയിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രിയ പ്രശാന്ത് വോട്ടർമാരുടെ മുന്നിൽ വയ്ക്കുന്നത്. അമരാവതി ഡിവിഷനിലെ ജനങ്ങൾ തനിക്ക് വീണ്ടും അവസരം തരുമെന്ന് അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് ഉറപ്പിക്കുന്നു. അമരാവതി ഡിവിഷനിൽ ഇപ്പോൾ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ വർദ്ധിത വീര്യത്തോടെയാണ് ഇത്തവണ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഡിവിഷൻ സാക്ഷ്യം വഹിക്കുന്നത്. വീണ്ടും ഡിവിഷനിലെ ജനങ്ങൾ അംഗീകാരം തരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്. നമുക്കറിയാം, BJP ഇന്ന് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വികസനം എന്ന് പറയുന്ന ഒരു മന്ത്രം മാത്രം. എന്താണോ നമ്മളോട് നരേന്ദ്രമോദി സർക്കാർ കൈമാറി തന്നിട്ടുള്ള ഒരു സ്വത്ത് എന്ന് പറയുന്നത് വികസനമാണ്. ആ വികസനമാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ആ വികസനത്തിലൂന്നിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് മഹാകവി പള്ളത്തരാമൻ സാംസ്കാരിക കേന്ദ്രം ഏകദേശം 1.45 കോടി രൂപ ചിലവഴിച്ചിട്ടാണ് അതിൻ്റെ പ്രവർത്തനം നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇന്നത് ജനങ്ങൾക്ക് വന്നിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു താവളമായി അത് മാറിയിരിക്കുകയാണ്. ഏറ്റവും കുടുംബപരമായിട്ട് കുടുംബത്തോടു കൂടി എല്ലാവരും അവിടെ വന്നിരിക്കുന്നു. പലരും പറയുന്നുണ്ട് 9 കോടി രൂപ അതിന് ചെലവഴിച്ചു എന്നുള്ളത്. കൃത്യമായ കണക്കുകൾ അറിയാതെ ഇതാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒരു പ്രത്യേകത. കാരണം അവർക്ക് കണക്കുകളിലൊന്നും വിശ്വാസമില്ല, അവർക്ക് പ്രവർത്തനങ്ങളിൽ വിശ്വാസമില്ല. എന്തോ അവർക്ക് തോന്നിയത് അതവർ പറയും. വളരെ കൃത്യമായിട്ട് 1.45 കോടി രൂപ ചിലവഴിച്ചുള്ള ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചു. നമുക്കറിയാം, താമരക്കുളം പാർക്ക് അത് ഏകദേശം 1 കോടി രൂപയോളം ചിലവഴിച്ച് താമരക്കുളം പാർക്ക് നമ്മൾ നവീകരിച്ചു. ധാരാളം കുഞ്ഞുങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. താമരക്കുളം പാർക്ക്, നമ്മളുടെ പകൽ വീടിലും ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവർക്കുള്ള പോഷകാഹാര അടക്കം മറ്റെല്ലാ ഇതുകളും നമ്മളവിടെ നൽകുന്നുണ്ട്. കൂടാണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ADS ഹാള്, നമ്മുടെ വാർഡ് സഭാ ഹാള്, നമ്മുടെ LG പൈ ലൈബ്രറി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.